പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. അമിതഭാരം കയറ്റിയ വാഹനം കയറി പാതയോരത്തെ കലുങ്കുകളുടെ സ്ലാബുകൾ തകർന്നത് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു. വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് വെട്ടുകാട് നഗർ പ്രദേശത്തെ റോഡാണ് തകർന്നത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് വെട്ടുകാട് നഗറിലെ ITIക്ക് പിൻവശത്തെ റോഡിന് കുറുകെയുള്ള കലുങ്കിന്റെ സ്ലാബുകളാണ് തകർന്നത്. പ്രദേശത്തെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കൊണ്ടുപോകുന്ന അമിത ഭാരമേറിയ 8 യൂണിറ്റ് ഭാരം കയറ്റിയ ടോറസ് ലോറി കയറിയാണ് സ്ലാബുകൾ തകർന്നത്. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം VC മുരളി പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരാഴ്ച മുന്നേ പാസ് എടുത്ത് വീട് വയ്ക്കുന്നതിന് വേണ്ടി മണ്ണ് കൊണ്ടുപോകുമ്പോൾ ഈ പാലത്തിൻ്റെ 2 സ്ലാബുകൾ പൊട്ടി. ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലേക്ക് ഞാൻ സെക്രട്ടറിയോട് വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ പരാതി എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്നേ വരെ സെക്രട്ടറി വന്ന് സ്ഥലം നോക്കുകയോ ഇല്ല സ്ലാബ് മാറ്റാനുള്ള നടപടിയോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ വാർഡിൽ മെമ്പർ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം വന്ന് നോക്കി അതിനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞന്ന് കളക്ടർ ഓഫീസിലേക്ക് വരെ വിളിച്ചു. അവരും പരാതി എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. വലിയ ടോറസുകൾ കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ശല്യം ഉണ്ടായിട്ടുണ്ട്. 8 യൂണിറ്റ് കൊള്ളുന്ന വലിയ ടോറസിലാണ് ഇതിൽ മണ്ണ് കടത്തി കൊണ്ടുപോയിരുന്നത്. വീട് വയ്ക്കുന്നതിന് നമുക്കൊക്കെ മണ്ണ് മാറ്റുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ആദ്യം മണ്ണ് മാറ്റിയ വീട്ടുകാർ വീണ്ടും ആ പാസ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മണ്ണ് മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണത ഈ പഞ്ചായത്തിൽ പെരുകി വരികയാണ്. ഭൂചലന പ്രദേശം കൂടിയാണ് ഈ വരവൂര്. അതുകൊണ്ട് ഇത്തരം നടപടികൾ ഈ അനാവശ്യമായ രീതിയിൽ മണ്ണ് കൊണ്ടുപോകുന്നത് നിർത്തി അതിനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്തുകൂടി സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ അപകടം സംഭവിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ലാബ് മാറ്റി ഇടാനുള്ള നടപടി ഉണ്ടാവണമെന്ന് മാത്രം. VCB ന്യൂസ്, വരവൂർ.